നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട്. സോ ഹാപ്പി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് അല്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് പ്രൊമോ കണ്ടിട്ടെങ്കിലും നിർവൃതി അടഞ്ഞു എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ലാലേട്ടൻ മുത്താണ് എന്ന് വിചാരിക്കല്ലേ. വേദലക്ഷ്മി ആൻഡ് മസ്താനി രണ്ട് പേർക്കും കണക്കിന് കൊടുക്കുന്ന പ്രൊമോണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്രാവശ്യത്തെ വീക്കിൽ ഈ ഒരു ആഴ്ചത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ആദില, നൂറ. ഇവരെ രണ്ട് പേരെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ, അതായത് എത്ര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അത് അവിടെ പറയേണ്ട ആവശ്യമുള്ളത്? ആ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു അവിടെ? ആദില, നൂറ അതിലുണ്ടായിരുന്നോ? ആദിലയുടെ ആ ഒരു ഒറ്റ മുഖത്തിൻ്റെ സ്ക്രീൻഷോട്ട്, ആ മുഖം മാത്രം കണ്ടാൽ മതി. മലയാളികൾ സീരിയസ് ആയിട്ട് ഒരിക്കലും ഈ ലക്ഷ്മി UK പക്ഷേ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി പവർ ഓഫ് കോമൺ മലയാളീസ്. സാധാരണക്കാരനായിട്ടുള്ള മലയാളീസിൻ്റെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എടുത്ത് വെളിയിൽ കളയും. കാരണം എന്താണെന്നറിയോ? അത്രയധികം വിഷയമായി അത് പുറത്ത്. ചർച്ച ചെയ്യാത്ത ആൾക്കാരില്ല. എല്ലാവരും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേര് ഒറ്റക്കെട്ടായിട്ട് എതിർത്തിട്ടുള്ളൊരു സംഭവമാണ് ആദിലേനെയും നൂറേനെയും പറ്റിയിട്ട് വേദലക്ഷ്മി പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അൺവാണ്ടഡ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട കോണ്ടെക്സ്റ്റോ അതിൻ്റെ ആവശ്യമോ അവിടെ ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത്രയധികം വളരെ മോശമായിപ്പോയി. ലാലേട്ടൻ അത് അടിപൊളിയായിട്ട് ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ, പ്രൊമോ വീഡിയോ ആണ് നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് വീഡിയോ. കാരണം പറയുന്നത് കേൾക്കാതിരിക്കാൻ വയ്യ. അവരെ നിങ്ങൾ വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിലും ഞാൻ അവരെ കയറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രൊമോ കാണാം, ബാക്കി അത് കണ്ടതിന് ശേഷം. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? എന്താണ് ലക്ഷ്മി? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചിലവ് ജീവിക്കുന്ന ആളാണ്. ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മസ്താനിക്ക് എന്താണ് കുഴപ്പം? ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. ഒരു തരി നാണോ മാനോ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം. ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടൻ ഇത്ര സൂപ്പറായിട്ട് മൂപ്പര് ഇറങ്ങിപ്പൊക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളാന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്ത് സത്യം പറയാലോ. എനിക്ക് സങ്കടം വന്നത് എന്താ അറിയോ? ഞാൻ ആദിലയുടെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി സമൂഹത്തിൻ്റെ ഒരുപാട് കോണുകളിൽ നിന്ന് അവർ അത്രയധികം പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അതിനുള്ളിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെ യോജിക്കാതിരിക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അതിനുള്ളിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗെയിം റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നല്ലാതെ ഇതിനുള്ളൊരു സ്പേസ് പോലും ആയിട്ടില്ല. അത്രയും ദിവസം അവരവിടെ കഷ്ടപ്പെട്ട് നിന്ന് ആ ഒരു സംഗതി ഫൈറ്റ് ചെയ്ത് ആ ഷോയിൽ അത്രയും ദിവസം എത്തി നിൽക്കുന്ന സിറ്റുവേഷനിൽ വൈൽഡ് കാർഡ് എന്നും പറഞ്ഞുള്ള പേരിൽ വലിഞ്ഞു കയറി ചെന്നിട്ട് ഫസ്റ്റ് ആദ്യത്തെ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു വിഷയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ഇല്ല. വേറെ കോണ്ടന്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സീറോ കപ്പാസിറ്റി ഇല്ല. ഇതേ ഉള്ളൂ. ഇങ്ങനെ വിഷം ചീറ്റാനും വിഷം തുപ്പാനും മാത്രമേ കഴിവുള്ളൂ. വേറെ ഒന്നുമില്ല, ഒരു കഴിവില്ലാത്തൊരു വ്യക്തി. അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം കയ്യും കാലും പിടിച്ച് ഇരന്ന് നടക്കുന്നു എല്ലാവരുടെ അടുത്തും. പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും കയ്യും കാലും പിടിച്ച് നടക്കുക. പക്ഷെ ഒരു കാര്യമില്ല, ലാലേട്ടൻ നല്ല സ്ട്രോങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളും എന്ന് പറഞ്ഞ പോലെ ഈ കേട്ടതിൻ്റെ കൂടെ ഇന്ന് നോമിനേഷനിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടി 2 പുറത്തും കൂടി പോയി കഴിഞ്ഞാൽ അടിപൊളി വീക്കെൻഡ് എപ്പിസോഡ് എന്നുള്ളത് മനസ്സിൽ സമാധാനിക്കാം. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഉറച്ചു വെക്കുന്നു. എന്ത് തേങ്ങയാണെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രമോലെങ്കിലും കണ്ടല്ലോ, സന്തോഷമായി. ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ഒരു വിഷയത്തിനും പ്രാവശ്യം സംസാരിച്ചില്ല. അയമ്മ ഇടപെട്ട് വിഷയമാക്കിയിട്ടുള്ള 2 അത്രയും ഗൗരവമാണ്. ഒന്ന് ഒനീലിൻ്റെ പ്രശ്നം, അതിൻ്റെ പ്രൊമോ വന്നിട്ടില്ല, ഞാൻ കണ്ടില്ല. രണ്ടാമത്തത് ഈ മസ്താനിയുടെ വിഷയം. മസ്താനിയല്ല, ആദിലയുടെ വിഷയം. അത് ആദില നൂറയുടെ വിഷയം. അതാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. അത് ഒരു തൊഴുത് നിൽക്കുന്നുണ്ടില്ലേ, മറ്റേ നൂറ തൊഴുത് നിൽക്കുന്നത്. അതൊക്കെ എന്താ അല്ലേ ഒരു ആലോചിച്ചൊക്കെ. എന്താണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടുള്ളതാണ്. ഒരുപാട് പേരുടെ തിരസ്കാരങ്ങൾ എന്നല്ലേ പറയുക, തിരസ്കരിക്കില്ലേ നമ്മളെ. ഒരുപാട് പേര് പുച്ഛിച്ചിതാക്കുന്ന സമയത്ത് എവിടുന്നെങ്കിലും ഒക്കെ നമുക്കൊരു നല്ലത് വരുന്നില്ലേ. അത് സാക്ഷാൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്ന സമയത്ത് ഇതിലേറെ വലിയൊരു രസം ഉണ്ടോ കളിയാച്ചാരി. അടിപൊളി പ്രൊമോ അല്ലേ? ഓക്കെ, ഇപ്പോൾ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
പ്രോമിസ് അല്ലാതിരിക്കുമോ അറിയില്ലല്ലേ. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും എന്നുള്ളത് അല്ലേ. ലെറ്റസ് വെയിറ്റ്, വി ആർ വെയിറ്റിംഗ് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.